നമസ്കാരം, വേണു പരമേശ്വറാണ്. ഇതിൽ ചരിത്രമുണ്ട്, വസ്തുതകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരേ സമയം വിജ്ഞാനവും വിനോദവുമുണ്ട്. കണ്ണുനീരിൽ ചാലിച്ച കഥനമുണ്ട്, വിയർപ്പിൽ മുങ്ങിക്കിട്ടിയ വിജയവുമുണ്ട്. പിഴച്ച ചുവടുകളാൽ ചുമരുകളിൽ പതിക്കേണ്ടി വന്ന പരാജയങ്ങളുണ്ട്. നമുക്ക് മാത്രം അറിയാവുന്ന പലതുമുണ്ട്. ലവലേശം അറിയാതെ പോയ ചിലതുമുണ്ട്. ചരിത്രം രചിച്ചവർ, ചരിത്രത്തിന് മുൻപേ നടന്നവർ, ചരിത്രം തന്നെ വഴിമാറ്റിയവർ, ആരോരും അറിയാതെ ചരിത്രമായി പോയവർ, പ്രശസ്തരായവർ, അപ്രശസ്തരായിരുന്നവർ, നമുക്ക് അപരിചിതരായ ചിലർ, കാലയവനികയ്ക്കുള്ളിൽ എന്നും അജ്ഞാതരായി കഴിഞ്ഞ മറ്റ് ചിലർ എന്നും നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറ്റു ചിലർ നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തകളിൽ വെളിച്ചമായി മിന്നിമറയും. പ്രശസ്തരുടെ മാത്രമല്ല, പ്രശസ്തി ഇല്ലാതിരുന്നിട്ടും പ്രസക്തി ഉണ്ടായിരുന്നവരുടെ ഇന്നലകളിലേക്ക് സ്വാഗതം. ആഗോള മാധ്യമമായ BBC ഒരിക്കൽ ലോകത്തെ എണ്ണം പറഞ്ഞ മഹത് വ്യക്തികളോട് ഒരേ ചോദ്യം ആവർത്തിച്ചു. എന്താണ് പിറന്നാൾ എന്നായിരുന്നു ചോദ്യം. അതിലെക്കാലത്തെയും ഏറ്റവും മികച്ച ഉത്തരമായി അവർ തിരഞ്ഞെടുത്തത് ഇതായിരുന്നു: നീ കരഞ്ഞത് കണ്ട് നിന്റെ അമ്മ ചിരിച്ച ഒരേയൊരു ദിവസം. ഭൂമിയിൽ മനുഷ്യനൊരു സ്വർഗമുണ്ടെങ്കിൽ അതവന്റെ അമ്മയുടെ കാൽക്കീഴിലാണെന്ന് പറഞ്ഞ ആദിശങ്കരനിൽ വിശ്വസിച്ച്, ഭൂമിയിൽ നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അമ്മയോടാണെന്ന് ആവർത്തിച്ച പരിശുദ്ധ പ്രവാചകനിൽ വിശ്വസിച്ച, മാതാവിന്റെ പേരിന് മുമ്പ് വിശുദ്ധ എന്ന പദം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പഠിപ്പിച്ച യേശുദേവന്റെ ചരിത്രം കണ്ടു വളർന്ന സാക്ഷാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന കാലം നമുക്ക് സമ്മാനിച്ച കർമ്മയോഗിയായിരുന്നു പിറന്നാൾ എന്നാൽ എന്താണെന്നതിന് പ്രപഞ്ച സത്യത്തോളം വരുന്ന ഈ മനോഹര വാചകം ഉരുവിട്ട് നൽകിയത്. രാമേശ്വരത്ത് നിന്ന് രാഷ്ട്രപതി ഭവൻ വരെ നീണ്ട വൈമാനികനാകാൻ ആഗ്രഹിച്ച രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനായ ചുണ്ണാമ്പുകല്ലും ചുടുകട്ടയും ചേർത്ത് നിർമ്മിച്ച ജന്മഗൃഹത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വിശാലമായ 350 മുറികളുള്ള മുഗൾ ഗാർഡനിലെ താമസക്കാരനായ, ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും സാധാരണക്കാരനിലെത്തിച്ച് ഇനിയും പിറക്കാനിരിക്കുന്ന ബാല്യങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും അഗ്നി പടർത്തുന്ന, ആരും വെറുത്തിട്ടില്ലാത്ത പദവികളുടെ ഉയരം കൂടുന്തോറും വിജയത്തിന്റെയും വിനയത്തിന്റെയും ആഴവും കൂട്ടണമെന്ന് പഠിപ്പിച്ച, അണുവിലുറങ്ങുന്ന അനന്തകോടി ഊർജത്തെ ആത്മവിശ്വാസം കൊണ്ട് കൈവെള്ളയിലെത്തിച്ച, ദരിദ്ര രാജ്യത്തിന്റെ സ്വപ്നങ്ങളെ ചന്ദ്രനും കടന്ന് ചൊവ്വയോളം എത്തിച്ച, 84 വർഷം നീണ്ട 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച, കാലം നമുക്കായി കാത്തുവെച്ച, മരണം കൊണ്ടുപോലും മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയ ഒരു അത്ഭുത തീർത്ഥാടകന്റെ കഥയാണിത്. എത്ര വായിച്ചാലും എത്ര കേട്ടാലും മതിവരാത്ത ജീവശ്വാസത്തിന്റെ അവസാന കണികയും രാഷ്ട്രത്തിനായി സമർപ്പിച്ച ഒരു അത്ഭുത സന്യാസിയുടെ കഥ. 1931 ഒക്ടോബർ 15 മദ്രാസ് സ്റ്റേറ്റിലെ തീർത്ഥാടന ദ്വീപായ രാമേശ്വരത്തെ ഇടത്തരം തമിഴ് കുടുംബത്തിൽ ജനനം. അന്നന്നത്തെ അന്നത്തിന് നിത്യവൃത്തി ചെയ്യുന്ന ജൈനുലാബ്ദിന്റെയും ആശ്യാമയുടെയും ഇളയ മകൻ. ദാരിദ്ര്യമുണ്ടെങ്കിലും വീട്ടിലുള്ള അംഗങ്ങൾക്ക് വച്ച് വിളമ്പുന്നതിനേക്കാൾ വീട്ടിന് പുറത്തുള്ള ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമുള്ള കുടുംബം. 10 മിനിറ്റ് നടന്നാൽ പ്രശസ്തമായ രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്താവുന്ന ദൂരം. സ്വന്തമായി പണിതെടുത്ത ബോട്ടിൽ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കും തിരിച്ചും തീർത്ഥാടകരെ എത്തിക്കുന്ന കടത്ത് ജോലികളിൽ പിതാവിനെ കൊച്ചു കലാമും സഹായിച്ചു. തന്നെക്കാൾ 15 വയസ്സിന് മൂപ്പുള്ള ജലാലുദ്ദീൻ എന്ന തന്റെ സഹോദരി ഭർത്താവായിരുന്നു കലാമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയും. നാട്ടുവഴികളിലെ പുളിമരങ്ങളിൽ നിന്ന് വീണ് കിട്ടുന്ന പുളി കുത്തിയെടുത്ത് അതിന്റെ പുളിങ്കുരു മാർക്കറ്റിൽ കൊടുത്ത് ചെറു സമ്പാദ്യമുണ്ടാക്കിയിരുന്ന കലാം എന്ന ബാലൻ മച്ചുനനായ പത്രം ഏജന്റ് കൂടിയായ സംസുദ്ദീനെ പത്രവിതരണത്തിന് സഹായിച്ചും സമ്പാദ്യമുണ്ടാക്കി അമ്മയെ ഏൽപ്പിച്ചിരുന്നു. രാമേശ്വരം വഴി കടന്നു പോകുന്ന ട്രെയിനിൽ നിന്നും സ്റ്റോപ്പില്ലാത്തതിനാൽ പത്രക്കെട്ടുകൾ സുരക്ഷിതമായി പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് കളക്ട് ചെയ്ത് വീടുകളിൽ എത്തിക്കലായിരുന്നു കലാമിന്റെ ആദ്യ ജോലി. കുട്ടിക്കാലം മുതലേ സത്യസന്ധതയും അച്ചടക്കവും പിതാവിൽ നിന്നും ശീലിച്ച കലാം നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും മാതാവിൽ നിന്നും സ്വായത്തമാക്കി. ശാസ്ത്രബോധവും ആനുകാലിക വിഷയങ്ങളിലുള്ള അറിവും ജലാലുദ്ദീനിൽ നിന്നും സംസുദ്ദീനിൽ നിന്നുമാണ് കലാം നേടിയത്. കലാമിന്റെ ഏറ്റവും അടുത്ത 3 കൂട്ടുകാരിൽ ഒരാൾ രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ പുത്രനായിരുന്ന രാമനാഥ ശാസ്ത്രിയും ബ്രാഹ്മണ കുടുംബാംഗങ്ങളായ അരവിന്ദനും ശിവപ്രകാശനുമായിരുന്നു. എല്ലാ രാത്രികളിലും രാമായണ കഥകളും പ്രവാചക കഥകളും അമ്മയും അമ്മുമ്മയും കലാമിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ
5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുസ്ലിം തൊപ്പി ധരിച്ചിരുന്ന കലാം ബ്രാഹ്മണ വിഭാഗത്തിലെ കുട്ടികളുടെ അടുത്തിരിക്കുന്നതിൽ അസ്വസ്ഥത തോന്നിയ പുതിയൊരു അധ്യാപകൻ കലാമിനോട് പുറകിലേക്ക് മാറിയിരിക്കാൻ പറഞ്ഞു. ഇത് കേട്ട കലാമിന്റെ പ്രിയ ചങ്ങാതി രാമനാഥൻ അലമുറയിട്ട് കരഞ്ഞു. ഈ വിവരം വീട്ടിലറിഞ്ഞതോടെ രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രി ലക്ഷ്മണ ശാസ്ത്രി ഈ പുതിയ അധ്യാപകനെ അന്ന് തന്നെ രാജിവെച്ച് ദ്വീപിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിർദ്ദേശിച്ചു. മേലിൽ ദ്വീപിൽ കാലുകുത്തരുതെന്ന ശാസ്ത്രിയുടെ ആജ്ഞ കേട്ട അധ്യാപകൻ കാലിൽ വീണ് മാപ്പിരക്കുകയായിരുന്നു. പിന്നീട് ഇതേ അധ്യാപകൻ കലാമിന്റെ പ്രിയപ്പെട്ട മാർഗദർശിയുമായി. പിന്നീടൊരിക്കൽ ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യ അയ്യർ കലാമിനെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചെങ്കിലും തികച്ചും യാഥാസ്ഥിതികയായ അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ പത്നി മുസ്ലിം പയ്യനെ അടുക്കളയിൽ കയറ്റി ആഹാരം വിളമ്പിക്കൊടുക്കാൻ മടിച്ചപ്പോൾ അയ്യർ തന്നെ സ്നേഹപൂർവ്വം ആഹാരം വിളമ്പിക്കൊടുക്കുകയും കലാമിന്റെ അടുത്തിരുന്ന് ഒരുമിച്ച് കഴിക്കുകയും ചെയ്തു. ഇതെല്ലാം വാതിലിന് മറവിൽ നിശബ്ദയായി ഒളിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ പത്നി കാണുന്നുമുണ്ടായിരുന്നു. തുടർന്ന് പിറ്റേ ആഴ്ചയും ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ സംശയത്തോട് നോക്കി നിന്ന കലാമിനോട് വ്യവസ്ഥിതികൾ മാറണമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ നാം നേരിടുക തന്നെ വേണമെന്ന് അയ്യർ ഉപദേശിച്ചു. പിറ്റേ ആഴ്ച വീട്ടിലെത്തിയ കലാമിനെ ഞെട്ടിച്ചുകൊണ്ട് അയ്യരുടെ പത്നി കലാമിന് ആഹാരം വിളമ്പിക്കൊടുക്കുകയും വാത്സല്യപൂർവ്വം അടുത്തിരുന്ന് കഴിപ്പിക്കുകയും ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി കലാം ചേർന്നത് രാമനാഥപുരത്തെ ഷ്വാർട്സ് സ്കൂളിലായിരുന്നു. കലാമിനെ പഠിപ്പിച്ച് കളക്ടറാക്കണമെന്നായിരുന്നു പിതാവിന്റെ മോഹം. രാമേശ്വരം എന്ന കടൽക്കരയിൽ കൊറ്റികളും കടൽക്കാക്കകളും പറന്നു പൊങ്ങുന്ന കാഴ്ചകൾ കണ്ടു വളർന്ന കലാമിന് ആകാശത്തെ അനന്ത വിഹായസിനെ നോക്കി ഒരു നാൾ ഞാനും പറക്കുമെന്ന സ്വപ്നം കാണാനായിരുന്നു ഇഷ്ടം. വൈമാനികനാകാൻ ആഗ്രഹിച്ച കലാമിനെ ഷ്വാർട്സ് സ്കൂളിലെ അധ്യാപകനും പിൽക്കാലത്ത് പാതിരിയുമായ ഈയാദുരൈ സോളമന്റെ ശിക്ഷണം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി പകർന്നു നൽകുന്നതായിരുന്നു. ഹൈസ്കൂൾ പഠനശേഷം ഇന്റർമീഡിയറ്റിനായി 1950 ട്രിച്ചി സെന്റ് ജോസഫ് സ്കൂളിൽ ചേർന്ന കലാമിന് വായനയുടെ പുതിയ ലോകം തുറന്നു കിട്ടുകയായിരുന്നു. ദാനം ചെയ്യുന്നത് ആസ്വാദ്യകരമായി കരുതണമെന്ന് പഠിപ്പിച്ച കാഞ്ചി പരമാചാര്യരുടെ പിൻഗാമികളായിരുന്നു സെന്റ് ജോസഫിലെ അധ്യാപകർ. ദീപാവലിക്ക് ഓരോ കുട്ടികൾക്കും ആചാരപരമായ കുളിക്ക് അതിരാവിലെ എള്ളെണ്ണ വിതരണം ചെയ്തിരുന്ന റവറന്റ് ഫാദർ TN സെക്യൂറ ഉൾപ്പെടെയുള്ളവർ കലാമിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. അവിടെ നിന്നും മികച്ച വിജയം നേടിയ കലാം പിന്നീട് ചേർന്നത് ഇന്നത്തെ IITയുടെ പൂർവ്വസ്ഥാപനമായ MITയിലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസമായതിനാൽ അന്ന് 1000 രൂപയിൽ കുറയാത്ത ഫീസ് അടയ്ക്കാൻ പിതാവിന്റെ വരുമാനം കൊണ്ട് മാത്രം കഴിയാതെ വന്നപ്പോൾ സഹോദരി സുഹ്റ സ്വന്തം വളകൾ പണയപ്പെടുത്തി നൽകിയ പണമാണ് തുണയായത്. സഹോദരിയുടെ കൈവളകൾ പണയപ്പെടുത്തേണ്ടി വന്നതിൽ അതീവ ദുഃഖിതനായ കലാം പഠിച്ച് സ്കോളർഷിപ്പ് നേടി ആ പണയം തിരികെ എടുക്കുകയായിരുന്നു. MITയിലെ അധ്യാപകരായിരുന്ന പ്രൊഫസർ സ്പോണ്ടർ, പ്രൊഫസർ പണ്ടാല, പ്രൊഫസർ നരസിംഹറാവു എന്നിവരുടെ ശിക്ഷണം വൈമാനികനാകാൻ ആഗ്രഹിച്ച കലാമിന്റെ ആദ്യ ചെറുവിമാനത്തിന്റെ രൂപകൽപ്പനയെ ഏറെ സഹായിച്ചു. ക്രിസ്തുവിന് മുൻപ് 5ാം നൂറ്റാണ്ടിൽ രാമായണ പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന അഗസ്ത്യ മുനിയുടെ സംഭാവനയായ തമിഴ് ഭാഷയെ ഏറെ സ്നേഹിച്ച കലാമിന് മാതൃഭാഷയിൽ പ്രമുഖ തമിഴ് വാരികയായ ആനന്ദ വികടനിൽ തന്റെ ആദ്യ ശാസ്ത്രലേഖനം അച്ചടിച്ച് ശാസ്ത്രജ്ഞരിൽ എത്തിക്കാൻ കഴിഞ്ഞതും നേട്ടമായി. MITയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാമിന് തന്റെ സ്വപ്നമായ വ്യോമസേനയിലേക്കും പ്രതിരോധ വകുപ്പ് ഡയറക്ടറേറ്റിലേക്കുമുള്ള ഇന്റർവ്യൂവിന് അറിയിപ്പ് കിട്ടി. ഡൽഹിയിലും ഡെറാഡൂണിലുമായി നടന്ന 2 ഇന്റർവ്യൂകളിലും പങ്കെടുത്തെങ്കിലും തന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന വ്യോമസേനയിലേക്കുള്ള സെലക്ഷനിൽ 9ാം സ്ഥാനം മാത്രമേ കലാമിന് കിട്ടിയുള്ളൂ. 8 ഒഴിവുകൾ ഉണ്ടായിരുന്ന തസ്തികയിൽ 9ാമനായി പരാജയപ്പെട്ട കലാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സങ്കടപ്പെട്ടു. പ്രതീക്ഷിച്ച സ്വപ്നം കൺമുന്നിൽ തകർന്നു വീണപ്പോൾ ആശ്വാസം തേടി നേരെ ഋഷികേശിലേക്ക് പോകാനാണ് കലാമിന് തോന്നിയത്. ഗംഗയിൽ സ്നാനം ചെയ്ത് ഋഷികേശിലെ ശിവാനന്ദാശ്രമത്തിൽ അഭയം തേടിയ കലാമിന് സ്വാമി ശിവാനന്ദയുടെ സാരോപദേശം തുണയായി. ഓരോരുത്തരിലും ഓരോരോ നിയോഗങ്ങൾ ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും വ്യോമസേനയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ കലാമിനെ ഒരുപക്ഷെ പ്രതിരോധ രംഗത്തിന് വേണ്ടി വന്നേക്കാമെന്നും അതിലൂടെ അപാര സാധ്യതകളുടെ കർമ്മമണ്ഡലത്തിൽ തിളങ്ങാനാകുമെന്നും നിരാശ വെടിഞ്ഞ് മുന്നേറാനുമായിരുന്നു ശിവാനന്ദ സ്വാമിയുടെ ഉപദേശം. സ്വാമിയുടെ വാക്കുകളിൽ നിന്നും ആത്മവിശ്വാസം തിരികെ നേടിയ കലാം ഡെറാഡൂണിലെത്തിയപ്പോൾ കാത്തിരുന്നത് 250 രൂപ പ്രതിഫലത്തിന്മേൽ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമന ഉത്തരവായിരുന്നു. 1958 പ്രതിരോധ രംഗത്ത് ഉദ്യോഗസ്ഥനായി പ്രവേശിച്ച കലാമിന്റെ വടക്കേ ഇന്ത്യയിലെ ആദ്യ കൂടുമാറ്റവും പ്രഭാതം മുതൽ അത്താഴം വരെയുള്ള കിഴങ്ങു മഹാത്മ്യം വ്യക്തമാക്കുന്ന ഭക്ഷണ രീതിയും ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു.
നൂതന കണ്ടെത്തലുകൾക്കായി കൊതിച്ച കലാമിലെ യൗവനം നിലവിലെ കണ്ടെത്തലുമായി ഒരു ബന്ധവുമില്ലാത്ത പുതുമകൾക്കായി മുന്നിട്ടിറങ്ങി. എന്നാൽ തട്ടിമുട്ടി കൃത്യമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകൾ കലാമിനെ അസാധ്യമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നടക്കുന്ന ഭ്രാന്തനാണെന്നും ലൊട്ടുലൊടുക്ക് പണിക്കാരുടെ നേതാവാണെന്നും ആകാശത്തിലേക്ക് പറക്കാൻ ശ്രമിക്കുന്ന അലവലാതിയുമെന്നൊക്കെ പരസ്യമായും രഹസ്യമായും പരിഹസിച്ചു വിളിച്ചു. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്ന് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹോവർ ക്രാഫ്റ്റ് കലാം രൂപകൽപ്പന ചെയ്തെടുത്തു. കലാം തന്നെ പറപ്പിക്കാൻ തയ്യാറായ ആ വിമാനത്തിന്റെ ആദ്യ പറക്കലിൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പലരും പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും കലാമിന്റെ ആത്മവിശ്വാസത്തിൽ ആകർഷകനായ കേന്ദ്ര പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ധൈര്യസമേതം കലാമിനൊപ്പം ആ വിമാനത്തിൽ പറക്കാൻ തയ്യാറായത് ഇന്ത്യൻ വ്യോമ ചരിത്രത്തിലെ പുതുമയായി. ആരും വിശ്വസിക്കാതിരുന്ന കലാമിന്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണ വിശ്വാസമാക്കിയ VK കൃഷ്ണമേനോന്റെ ചരിത്രയാത്രയാണ് തുടർന്നുള്ള കണ്ടെത്തലുകൾക്ക് കലാമിലെ ശാസ്ത്രകാരന് ആത്മബലം പകർന്നു നൽകിയത്. ഇതേ കാലയളവിലാണ് 1962 ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമെന്ന നിലയിൽ തിരുവനന്തപുരത്തെ മത്സ്യബന്ധന മേഖലയായ തുമ്പയിൽ 600 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്ത് റോക്കറ്റ് ലോഞ്ചിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ മഗ്ദലന മറിയം ദേവാലയം വിട്ടു നൽകാൻ സന്മനസ് കാട്ടിയ അഭിവന്ദ്യ ബിഷപ്പ് ഡോക്ടർ ഡെറീറയുടെ ദീർഘവീക്ഷണവും തുമ്പയുടെ വികസനത്തിന് ഇടയാക്കി. ആ ദേവാലയവും ബിഷപ്പ് ഹൗസും റോക്കറ്റ് നിർമ്മാണ വിക്ഷേപണ കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നു. തുമ്പയിലെ ചുമതലകളിലേക്ക് മാറ്റപ്പെട്ട കലാമിന് വിദഗ്ധ പരിശീലനത്തിലുള്ള അനുമതി നാസയിൽ നിന്ന് ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ആദ്യ വിദേശയാത്രയ്ക്കും അത് തുടക്കമിട്ടു. 1963 നാസയിൽ നിന്നും തിരികെ എത്തിയ കലാമിന്റെ മേൽനോട്ടത്തിൽ 63 നവംബർ 21 ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യയുടെ തലവര മാറ്റിയ ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിന് തുമ്പ സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിന് തുടക്കം കുറിച്ച നിക്കി അപ്പാച്ചെ എന്ന റോക്കറ്റ് വിക്ഷേപണ തറയിൽ കയറ്റാൻ കൊണ്ടുവന്ന ക്രെയിൻ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഒരു ലോഡിംഗ് തൊഴിലാളിയുടെ പ്രാവീണ്യത്തോടെ കായിക ബലം ഉപയോഗിച്ചാണ് കലാമും കൂട്ടരും പ്രയത്നിച്ചത്. റോക്കറ്റിന്റെ ഭാരമേറിയ ഭാഗങ്ങൾ കൊണ്ടുവരാനുള്ള ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായി സൈക്കിളിൽ റോക്കറ്റിന്റെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ദയനീയ ചിത്രങ്ങളും ലോകം പരിഹാസത്തോടെ കണ്ടു. എന്നാൽ ഈ പരിഹാസ ചിത്രങ്ങളിലെ അഭിമാന നിമിഷങ്ങളാണ് പിൽക്കാലത്ത് അമ്പിളിയമ്മാവനെയും കടന്ന് നമ്മുടെ ദേശീയ പതാക അന്യഗ്രഹങ്ങളിലേക്ക് വരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അടിത്തറ പാകിയത്. ആയിടയ്ക്കാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുമ്പ സന്ദർശിച്ചത്. റോക്കറ്റ് വിക്ഷേപണ രംഗത്തെ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്നായ സ്ഫടിക നാരുകളിൽ തീർത്തെടുത്ത സംയോജിത പ്ലാസ്റ്റിക്കിന്റെ കണ്ടെത്തലിന് കലാമായിരുന്നു അന്ന് നേതൃത്വം നൽകിയത്. ഇതേ തുടർന്ന് ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ഇന്ത്യയുടെ പര്യായമായിരുന്ന വിക്രം സാരാഭായി അബ്ദുൽ കലാമിനെ നേരിൽ കണ്ട് ചർച്ച നടത്തുന്നതിനായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും യുദ്ധമുഖങ്ങളിലും പറന്നു പൊങ്ങുന്ന തരത്തിലുള്ള റഷ്യൻ നിർമ്മിത റാറ്റോ വിമാനങ്ങൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യാനുള്ള നിർദ്ദേശം അദ്ദേഹം കലാമിന് നൽകി. ആദ്യമായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒരു മിസൈൽ സമിതി രൂപീകരിച്ചപ്പോൾ കലാമിനെയും അതിൽ അംഗമാക്കി. ഈ നീക്കമായിരുന്നു ഇന്ത്യയുടെ തദ്ദേശീയമായ ബാലിസ്റ്റിക് മിസൈൽ എന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ തുടക്കം. ഇതേ കാലയളവിലാണ് ചെന്നൈയിൽ നിന്ന് 100 കിലോമീറ്റർ മാറി ചന്ദ്രക്കലയുടെ ആകൃതിയിൽ 8 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു ദ്വീപ് കണ്ടെത്തി ശ്രീഹരിക്കോട്ടെ എന്ന വിക്ഷേപണ കേന്ദ്രം സജ്ജമാക്കുന്നത്. ഒരുപാട് പ്രതിഭാശാലികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന വിക്രം സാരാഭായി തന്നെയാണ് പിൽക്കാലത്ത് ISROയുടെ ചെയർമാൻ പദവിയിലെത്തിയ G മാധവൻ നായരെയും കണ്ടെത്തിയത്. 1971 ഡിസംബർ 30 ഡൽഹിയിൽ നടന്ന മിസൈൽ സമിതി യോഗത്തിൽ പങ്കെടുത്ത് തിരികെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുമ്പോൾ മടക്ക വിമാനത്തിൽ ബോംബയ്ക്ക് പോകാൻ വരുന്ന തനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്നും വിമാനത്താവളത്തിൽ താൻ വരുന്നതുവരെ കാത്തു നിൽക്കണമെന്നും അബ്ദുൽ കലാമിന് വിക്രം സാരാഭായിൽ നിന്ന് ഫോൺ സന്ദേശം ലഭിച്ചു. സാരാഭായിയെ നേരിൽ വീണ്ടും കാണാൻ അവസരം കിട്ടുന്ന അത്യാഹ്ലാദത്തിൽ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ കലാമിനെ കാത്തിരുന്നത് ഒരു വൻ ദുരന്ത വാർത്തയായിരുന്നു. തന്നോട് ഫോണിലൂടെ സംസാരിച്ച് 1 മണിക്കൂർ മാത്രം പിന്നിടുമ്പോഴേക്കും ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയ മരണം രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ വിക്രം സാരാഭായി എന്ന ഭാരതത്തിന്റെ ബഹിരാകാശ ചിന്തകൾക്ക് നിറം പകർന്ന അതികായന്റെ ജീവനും ശ്വാസവും കവർന്നെടുത്ത് മറഞ്ഞിരുന്നുവെന്ന സത്യം വിശ്വസിക്കാനാകാതെ കലാം ആ വിമാനത്താവളത്തിൽ തളർന്നിരുന്നു പോയി. ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ മഹാത്മാഗാന്ധി എന്നായിരുന്നു വിക്രം സാരാഭായിയെ കലാം വിശേഷിപ്പിച്ചത്. പിന്നീട് പുതുതായി ചുമതലയേറ്റ പ്രൊഫസർ സതീഷ് ധവാനാണ്
ഭാരതത്തിന്റെ അതിരുകളില്ലാത്ത ആകാശ ചിന്തകളുടെ ഉപജ്ഞാതാവായ വിക്രം സാരാഭായിയുടെ ഓർമ്മകളുടെ പേരിൽ VSC എന്ന കേന്ദ്രം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് നാന്ദി കുറിക്കാൻ SLV എന്ന സ്വപ്ന പദ്ധതിയുടെ പ്രോജക്ട് മാനേജറായി അബ്ദുൽ കലാമിനെ പ്രൊഫസർ സതീഷ് ധവാൻ നിയോഗിച്ചു. കണക്കിലും ഫിസിക്സിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും എയറോനോട്ടിക്സിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും കാലിഫോർണിയയിൽ നിന്ന് ഉൾപ്പെടെ ഉന്നത ബിരുദങ്ങൾ നേടിയ പ്രൊഫസർ സതീഷ് ധവാനുമായുള്ള അടുപ്പം കലാമിലെ യുവശാസ്ത്രകാരന്റെ വളർച്ചയ്ക്ക് കൂടുതൽ വേഗത നൽകി. എന്നാൽ ആയിടയ്ക്ക് SLVയുടെ അവലോകന സമിതി തലവനായിരുന്ന ഡോക്ടർ ബ്രഹ്മപ്രകാശത്തിന്റെ ഭാഗത്തു നിന്ന് പല തീരുമാനങ്ങൾക്ക് കാലതാമസമുണ്ടായത് കലാമിനെ ആദ്യമായി ചൊടിപ്പിച്ചു. സമിതി യോഗത്തിൽ മിതഭാഷയും സൗമ്യനുമായിരുന്ന അബ്ദുൽ കലാം ബ്രഹ്മപ്രകാശത്തിനെതിരെ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ചുമതല അദ്ദേഹം കലാമിന്റെ ഗ്രൂപ്പിന് വിട്ടു നൽകുകയായിരുന്നു. താൻ ആദ്യമായി ക്ഷോഭിച്ച ആ രാത്രി പ്രായശ്ചിത്തബോധവും പശ്ചാത്താപവും കൊണ്ട് തനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ലെന്ന് പിന്നീട് കലാം തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഈ സംഭവത്തോടെ ഡോക്ടർ ബ്രഹ്മപ്രകാശം എന്ന ശാസ്ത്രപ്രതിഭ കലാമിന് മാർഗനിർദ്ദേശം നൽകുന്ന ഉത്തമ ഗുരുനാഥനായി മാറുകയായിരുന്നു. ISRO ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായി സ്വതന്ത്രമാക്കപ്പെട്ട 1975 ഉന്നത ഉദ്യോഗസ്ഥനും പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ TN ശേഷനുമായി അബ്ദുൽ കലാം അടുക്കുന്നത്. ഉദ്യോഗസ്ഥ മേധാവികളോട് പൊതുവെ എന്നും അകൽച്ച സൂക്ഷിച്ചിരുന്ന കലാമിന് TN ശേഷന്റെ അപാരമായ അർപ്പണബോധവും ഉറച്ച തീരുമാനമെടുക്കാനുള്ള പ്രത്യേക കഴിവും കൂടുതൽ കരുത്ത് പകർന്നു. 1978 ഇന്ത്യയുടെ പ്രഥമ ഭ്രമണപഥ പറക്കൽ നടത്താൻ SLV സജ്ജമാകുമെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പ്രഖ്യാപിച്ചതോടെ പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്നറിഞ്ഞ അബ്ദുൽ കലാമും ടീമും ഉറക്കമിളച്ചും കഠിനാധ്വാനം ചെയ്തും SLVയുടെ ദൗത്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങി. ഇതേ സമയത്താണ് തന്റെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന സഹോദരി ഭർത്താവായ ജലാലുദ്ദീൻ മരണപ്പെട്ടെന്ന വാർത്തയെത്തുന്നത്. തന്റെ പാതി വയസ്സ് മാത്രം പ്രായമുള്ള മരുമകന്റെ ശവമഞ്ചം ചുമക്കേണ്ടി വരുന്ന 100 വയസ്സ് പിന്നിട്ട പിതാവിന്റെ ഓർമ്മകളിൽ നടുങ്ങിയ കലാം ജോലി തിരക്കിനിടയിൽ പല ബസ്സുകൾ മാറി മാറി കയറി വീട്ടിലെത്തുകയായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജലാലുദ്ദീന്റെ മരണത്തോടെ തന്റെ ഒരു ഭാഗവും മരിച്ചതായി കലാമിന് തോന്നി. രാജ്യമേൽപ്പിച്ച വലിയ ദൗത്യത്തിനു മുന്നിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാനാകില്ലെന്ന് വേദനയോടെ മനസ്സിലാക്കിയ കലാം മനസ്സില്ലാ മനസ്സോടെ ഉമ്മയോടും ബാപ്പയോടും വിട പറഞ്ഞ് മടങ്ങുകയായിരുന്നു. ഏറെ നാൾ കഴിയും മുമ്പ് 102-ാം വയസ്സിൽ പിതാവ് ജൈനുലാബ്ദീനും പിന്നാലെ ഉമ്മയും ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോഴും രാജ്യസുരക്ഷയുടെയും ഗോളാന്തര സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിനായി കലാം എന്ന യുവാവ് പടപൊരുതുകയായിരുന്നു. മാതാപിതാക്കളുടെ മരണം ഓരോ രാത്രികളിലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഏതാനും മണിക്കൂറുകളുടെ ഉറക്കത്തെ പോലും മാറ്റി നിർത്തിയപ്പോൾ മനസ്സുകൊണ്ടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മഹാശാസ്ത്രജ്ഞൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. സംഘർഷഭരിതമായ ആ സാഹചര്യത്തിൽ താൻ നിയോഗിക്കപ്പെട്ട ദൗത്യത്തിനായി ഞാൻ എൻ്റെ പുനഃക്രമീകരണ ബട്ടൺ അമർത്തിയതുപോലെയായിരുന്നു എന്നാണ് അദ്ദേഹം പിൽക്കാലത്ത് ഇതേക്കുറിച്ച് പറഞ്ഞത്. വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുന്നതിനായി വീട്ടുകാർ പെണ്ണുകാണൽ ചടങ്ങ് വരെ നിശ്ചയിച്ചിരുന്നെങ്കിലും ഏറ്റെടുത്ത ദൗത്യങ്ങൾക്കിടെ അതുപോലും മാറ്റിവെച്ച് പിറവി തന്നവരുടെ അന്ത്യകാലത്ത് അവരെ ശുശ്രൂഷിക്കാൻ പോലും പോകാനാകാതെ ചെയ്തു തീർത്ത SLVയുടെ ആദ്യ വിക്ഷേപണം 1979 ഓഗസ്റ്റ് 10 നടന്നെങ്കിലും രാജ്യം ഉറ്റുനോക്കിയ ആ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് 560 കിലോമീറ്റർ അകലെയുള്ള സമുദ്രത്തിൽ പതിക്കുകയായിരുന്നു. ചെറിയ പിഴവുകൾ പോലും വലിയ ദൗത്യങ്ങളെ പരാജയപ്പെടുത്തുമെന്നറിഞ്ഞ വേദനയിൽ തല ഉയർത്തി നിൽക്കാനാവാതെ മിഷൻ ഡയറക്ടർ എന്ന നിലയിൽ മുഴുവൻ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കലാം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ കലാമിന്റെ കഴിവിലും അർപ്പണബോധത്തിലും വിശ്വാസമുണ്ടായിരുന്ന ISRO രണ്ടാമത്തെ വിക്ഷേപണ ചുമതലയും കലാമിനെ തന്നെ ഏൽപ്പിച്ചു. 1980 ജൂലൈ 18 രാവിലെ വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കിയതോടെ പാർലമെന്റിൽ നിന്നും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്നും അഭിനന്ദന പ്രവാഹമുണ്ടായി. ഇതേ തുടർന്ന് പ്രൊഫസർ സതീഷ് ധവാനൊപ്പം അബ്ദുൽ കലാമിനും പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചു. പ്രധാനമന്ത്രിയെ കാണാൻ സാധാരണ ചെരുപ്പും സാധാരണ ഷർട്ടും ധരിച്ചെത്തിയ കലാം തന്റെ വസ്ത്രധാരണത്തിൽ കുറവുള്ള കാര്യം ധവാനോട് ക്ഷമാപൂർവ്വം പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയുടെ അരികിലെത്താൻ താങ്കളുടെ വിജയം കൊണ്ടുള്ള വസ്ത്രത്തെക്കാൾ മികച്ച വിശേഷ വസ്ത്രം വേറെ വേണ്ടെന്നായിരുന്നു ധവാന്റെ മറുപടി. പാർലമെന്റിലെ സമിതി മുൻപാകെ എത്തിയ കലാമിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥന. താൻ നടത്തിയ ഇതുവരെയുള്ള പ്രയത്നങ്ങൾക്കുള്ള ഫലമാണിതെന്ന തോന്നൽ കലാമിൽ അഭിമാനമുളവാക്കി.
SLVയുടെ വിജയത്തെ തുടർന്ന് PSLVയുടെയും GSLVയുടെയും രൂപരേഖയ്ക്കുള്ള ശ്രമമായിരുന്നു പിന്നീട്. 1981 റിപ്പബ്ലിക് ദിനത്തിൽ കലാമിന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൽ ഏറെ അഭിമാനമുണ്ടാക്കി. ഈ അംഗീകാരം തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന തരത്തിൽ തന്റെ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ വിമർശനം കലാമിന് വിഷമമുണ്ടാക്കിയെങ്കിലും രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും പ്രതിനിധീകരിച്ചുള്ള പത്മ പുരസ്കാരം അദ്ദേഹത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായി. പരാതികൾക്കും പരിഭവങ്ങൾക്കും ചെവി കൊടുക്കാതെ വിനയപൂർവ്വം കലാം പുതിയ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടു. കലാമിന്റെ സേവനം പ്രതിരോധ മന്ത്രാലയത്തിന് പൂർണ്ണമായി വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ISROയിൽ നിലനിർത്താനുള്ള ശ്രമവും ഉന്നത തലങ്ങളിൽ നിന്നുണ്ടായി. രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന കലാം 1992 ജൂൺ 1 DRDLൽ ചേരുകയായിരുന്നു. ഇതേ കാലയളവിൽ മദ്രാസിലെ അണ്ണാ സർവകലാശാല കലാമിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമായ ഒരു മിസൈൽ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള വിപുലമായ സ്വപ്നത്തിന് പിന്നാലെ ഒരേ മനസ്സോടെ കലാമും ടീമും പ്രവർത്തന നിരതരായി. ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യ മിസൈൽ ഉണ്ടാക്കാതെ പട്ടിണി മാറ്റാനാണ് ശ്രമിക്കേണ്ടതെന്ന വിമർശനം ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒരുപോലെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു കലാമിന്റെ നേതൃത്വത്തിൽ 300 കോടി രൂപയുടെ വമ്പൻ പ്രോജക്റ്റ് സമർപ്പിക്കപ്പെട്ടത്. ഇത്രയും വലിയ തുക കിട്ടാൻ സാധ്യതയില്ലെന്ന് ചിന്തിച്ചെങ്കിലും കലാമിന്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന ഇന്ത്യ ഗവൺമെന്റ് 388 കോടി രൂപ അനുവദിക്കുകയായിരുന്നു. പിന്നീട് ലോകശ്രദ്ധ നേടിയ അഗ്നി, ആകാശ്, നാഗ്, പൃഥ്വി, ത്രിശൂൽ തുടങ്ങിയ മുഴുവൻ മിസൈൽ പ്രോജക്റ്റുകൾക്കും ഉണർവേകിക്കൊണ്ട് DRDO എന്ന സ്ഥാപനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടി. മിസൈൽ വികസിപ്പിച്ചെടുത്തതിന് പകരം എന്ത് വേണമെന്ന ഗവൺമെന്റിന്റെ ചോദ്യത്തിന് 1 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നായിരുന്നു APJ അബ്ദുൽ കലാമിന്റെ മഹത്തായ മറുപടി. വികസിത രാഷ്ട്രങ്ങൾ പോലും അസൂയയോടെ നോക്കുന്ന രീതിയിൽ തദ്ദേശീയമായ മിസൈൽ വികസന രംഗത്ത് ഇന്ത്യയും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ APJ അബ്ദുൽ കലാമും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതോടെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന വിളിപ്പേരിനും കലാം വിധേയനായി. 1990 റിപ്പബ്ലിക് ദിനത്തിൽ കലാമിനെ തേടി പത്മവിഭൂഷൺ പ്രഖ്യാപനം വന്നു. ഇതേ സമയം തന്നെ യാദവ്പൂർ സർവകലാശാല കലാമിനും നെൽസൺ മണ്ടേലയ്ക്കും ഒരുമിച്ച് ഡോക്ടറേറ്റ് നൽകി. തുടർന്ന് 1992 പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ്, പ്രതിരോധ ഗവേഷണ വകുപ്പ് സെക്രട്ടറി എന്നീ പദവികളിലും കലാം നിയോഗിക്കപ്പെട്ടു. 1998 ഇന്ത്യക്ക് മേൽ ചാരക്കണ്ണുകളുടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്ന വിദേശ രാജ്യങ്ങളുടെ കണ്ണു മൂടിക്കെട്ടി പട്ടാള വേഷത്തിൽ പൊഖ്രാനിലെ മരുഭൂമിയിലെത്തിയ ഒരു മനുഷ്യൻ ഓപ്പറേഷൻ ശക്തി എന്ന 2ാം പൊഖ്രാൻ ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ വിവരം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിൽ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ലോകം ഇക്കാര്യം അറിയുന്നത്. അന്ന് പട്ടാള വേഷത്തിൽ വേഷം മാറിയെത്തിയ കരുത്തനായ മനുഷ്യന്റെ യഥാർത്ഥ പേര് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നായിരുന്നു. സ്വന്തം ജീവിതം രാഷ്ട്ര നിർമ്മാണത്തിനായി സമർപ്പിച്ച അതേ വ്യക്തിക്ക് അതേ രാഷ്ട്രത്തിന്റെ പരമോന്നത പുരസ്കാരമായി ഭാരതരത്ന നൽകിയാണ് 1997 ഭാരതം അദ്ദേഹത്തെ ആദരിച്ചത്. ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കിയ ശേഷം ചെന്നൈ അണ്ണാ സർവകലാശാല ഉൾപ്പെടെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന അധ്യാപകനായി കലാം സേവനമനുഷ്ഠിച്ചു. 84 വയസ്സിലും കുട്ടികൾക്ക് മുൻപിലെത്തുമ്പോൾ അതീവ തേജസ്സാർന്ന അഭൗമ സൂര്യപ്രഭയുള്ള നിർമ്മലമായ നിലാവ് പോലെ സ്വപ്നം നെയ്യാൻ പഠിപ്പിക്കുന്ന ഊർജ്ജസ്വലനായ യുവാവായി പരകായ പ്രവേശം ചെയ്യുമായിരുന്നു അദ്ദേഹം. 2002 മെയ് മാസത്തിൽ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ അദ്ദേഹത്തെ തേടിയെത്തി. മറുതലയ്ക്കൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ക്ലാസ് മുടക്കം വരാതെ ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തിരികെ തീരുമാനം അറിയിക്കാമെന്നായിരുന്നു APJയുടെ മറുപടി. കാരണം പ്രധാനമന്ത്രി AB വാജ്പേയി ഡോക്ടർ APJയോട് ചോദിച്ചത് രാഷ്ട്രപതിയാകുവാൻ തയ്യാറാണോ എന്ന് മാത്രമായിരുന്നു. ഒരു ഇന്ത്യൻ പൗരനും ജീവിതത്തിൽ ഒരിക്കലും നേരിടേണ്ടി വരില്ലാത്ത അത്ര ഔന്നത്യം നിറഞ്ഞ ഒരു പദവി കൺമുന്നിലെത്തിയപ്പോൾ ആ മനുഷ്യൻ ചെയ്തത് നേരെ ക്ലാസ് റൂമിലെത്തി കുട്ടികളോടാണ് അഭിപ്രായം ചോദിച്ചത്. ഞാൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോകണമോ? എനിക്ക് ഇക്കാര്യം തീരുമാനിക്കാൻ മറ്റാരുമില്ല. എൻ്റെ കുട്ടികളായ നിങ്ങൾ പറയുന്ന തീരുമാനമാണ് ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് മറുപടിയായി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. കുട്ടികൾ ഒന്നടങ്കം അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരണമെന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഡോക്ടർ APJയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചപ്പോൾ
ഇടത് കക്ഷികൾ മാത്രം ക്യാപ്റ്റൻ ലക്ഷ്മിയെ എതിർ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയായിരുന്നു. 2002 രാജ്യത്തിന്റെ 11ാമത് രാഷ്ട്രപതിയായി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രഥമ പൗരനെന്ന ജീവിതവും അദ്ദേഹം സംഭവ ബഹുലമാക്കി ലോകത്തെ വിസ്മയിപ്പിച്ചു. 1 രൂപ മാത്രം പ്രതിമാസ ശമ്പളം വാങ്ങി രാഷ്ട്രപതി ഭവനിലെ 20ഓളം വരുന്ന പാചക വിദഗ്ധരെ മറ്റ് ജോലികളിലേക്ക് മാറ്റി നിയമിച്ച് കഞ്ഞിയും ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെ വയ്ക്കാനറിയാവുന്ന പാചകക്കാരനെ മാത്രം ഒപ്പം കൂട്ടിയ പ്രഥമ പൗരൻ. ഒരിക്കൽ രാമേശ്വരത്ത് നിന്നും തന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 53 പേർ രാഷ്ട്രപതി ഭവൻ കാണാനെത്തിയപ്പോൾ അവരുടെ മുഴുവൻ ചെലവുകളും തന്റെ വരുമാനത്തിൽ നിന്നും ചെലവിടുകയും 1 ചില്ലി കാശ് പോലും പൊതുഖജനാവിൽ നിന്നും അർഹത ഉണ്ടായിട്ടും എടുത്തുപയോഗിക്കാത്ത ഉത്തമ പൗരൻ. 53 പേർക്കും വേണ്ടി വന്ന 3,54,924 രൂപ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും ചെലവിട്ട കാര്യം പുറം ലോകത്ത് പറയരുതെന്ന് നിഷ്കർഷിച്ച മഹാത്യാഗി. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറം ലോകം ഇക്കാര്യം അറിയുന്നത് തന്നെ. അത്താഴത്തിന് കഞ്ഞി വെക്കുവാൻ കുക്കർ വാങ്ങിയതിന്റെ വിലയായി കടയുടമയ്ക്ക് ഒപ്പിട്ട് നൽകിയ ചെക്ക് അദ്ദേഹം മാറാതെ കടയുടമ ദിവ്യമായി കരുതി ഫ്രെയിം ചെയ്ത് കടയിൽ സൂക്ഷിച്ചതിന് പണം മാറിയെടുക്കാതിരുന്ന കുറ്റത്തിന് കടയുടമയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെക്ക് മാറാം, പക്ഷേ അങ്ങയുടെ കയ്യൊപ്പിട്ട പകരം രേഖ എനിക്കെന്റെ ജീവിതത്തിൽ പവിത്രമായി സൂക്ഷിക്കാൻ നൽകണമെന്ന കടയുടമയുടെ അപേക്ഷയനുസരിച്ച് മറ്റൊരു കടലാസിൽ ഒപ്പിട്ട് നൽകുകയും ചെയ്ത അത്യപൂർവ വ്യക്തിത്വം. രാഷ്ട്രപതിയായിരുന്നപ്പോൾ തന്റെ ജന്മദിനങ്ങൾ ഓരോ കുഗ്രാമങ്ങളിൽ വെച്ച് ആഘോഷിച്ച പച്ചയായ മനുഷ്യൻ. താൻ ആ ഗ്രാമങ്ങളിലെത്തുമ്പോൾ അവിടുത്തെ റോഡും വൈദ്യുതി കണക്ഷനും കുടിവെള്ളവും ടെലിഫോണും ഉൾപ്പെടെയുള്ള വികസനമെല്ലാം അവിടെ എത്തുമെന്നും ഗ്രാമങ്ങളിൽ വികസനം എത്തിക്കാൻ ഇതിലും നല്ല മാർഗം വേറെ ഇല്ലെന്നും വിശ്വസിച്ച സാധാരണക്കാരുടെ കൺകണ്ട ദൈവം. സംശയങ്ങൾ ചോദിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ തനിക്ക് നല്ല ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ കുഞ്ഞു മിടുക്കനോട് മലയാളത്തിൽ പറ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മണ്ണിൽ ഇറങ്ങി വന്ന പൊൻതാരകം. കുട്ടികൾ ഉൾപ്പെടെ അയക്കുന്ന ഇമെയിലുകൾക്ക് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് മറുപടി അയക്കുന്ന കുഞ്ഞുങ്ങളുടെ രാഷ്ട്രപതി അപ്പൂപ്പൻ. റെയ്സിന കുന്നിലെ 350 മുറിയുള്ള രാഷ്ട്രപതി ഭവൻ സാധാരണക്കാരന് മുന്നിൽ തുറന്നിട്ട രാഷ്ട്രത്തലവൻ. 2007 രാഷ്ട്രപതി ഭവനിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ആകെ ഉണ്ടായിരുന്ന 2 സ്യൂട്ട് കേസുകൾ ഒരിക്കൽ കൂടി നന്നായി തുടച്ചെടുക്കാൻ പറഞ്ഞ രാഷ്ട്രപതി. താൻ രാഷ്ട്രപതി ഭവൻ വിട്ടു പോകുമ്പോൾ അവിടുത്തെ ഒരു മണൽത്തരി പോലും കൊണ്ടുപോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ വീണ്ടും സ്യൂട്ട് കേസ് ആവർത്തിച്ച് തുടപ്പിച്ച ആൾ രൂപം. ഒരിക്കൽ വാരണാസിയിലെ ഒരു വേദിയിൽ തനിക്കായി ഒരുക്കിയ സവിശേഷ രൂപത്തിലുള്ള വലിയ കസേര മാറ്റിച്ച് പകരം തന്നെ കാണാനെത്തിയവരിയ്ക്കുന്ന അതേ കസേര പകരം വയ്പ്പിച്ച 1ാമത് പൗരൻ. രാഷ്ട്രത്തിന്റെ പരമോന്നത പുരസ്കാരമായ ഭാരതരത്ന ഏറ്റുവാങ്ങുകയും നിരവധി പ്രതിഭകൾക്ക് ഭാരതരത്ന നൽകാൻ വിധി അവസരം നൽകുകയും ചെയ്ത മഹാത്മാവ്. 30ലധികം ഡോക്ടറേറ്റുകൾ ആദരവായി ലഭിച്ച അപൂർവ ജന്മം. അവിവാഹിതനായിരുന്ന ഏക രാഷ്ട്രപതി. ഒരു സ്ത്രീയുടെയും ജീവിതത്തിൽ പതിയാകാതിരുന്ന എന്നാൽ രാഷ്ട്രത്തിന്റെ പതിയായിരുന്ന ഒരാൾ. തമ്പാനൂരിലെ ചെറു ഹോട്ടലിൽ നിന്ന് ദോശയും സാമ്പാറും ആവോളം രുചിയോടെ കഴിച്ച ചെരുപ്പ് കുത്തിയായ ജോർജ് എന്ന സാധാരണ മനുഷ്യന്റെ ചെരുപ്പ് തട്ടിലിരുന്ന് തമാശകൾ പറഞ്ഞ സർവ്വസൈന്യാധിപനായ രാഷ്ട്രത്തലവനായ സാധാരണക്കാരന്റെ ലാളിത്യം മുഖമുദ്രയാക്കിയ 75ാം വയസ്സിൽ സുഖോയ് വിമാനത്തിൽ പറന്ന സിയാച്ചിനിലെ മഞ്ഞുമലകളിൽ സൈനികർക്കൊപ്പം സമയം ചെലവിട്ട ഒരാൾ. പോർ വിമാനങ്ങളിലും മുങ്ങിക്കപ്പലുകളിലും യാത്ര ചെയ്ത് നമ്മെ ത്രസിപ്പിച്ചൊരാൾ. 2015 ജൂലൈ 27 84ാം വയസ്സിൽ ഷില്ലോങ്ങിലെ IIM-ൽ വിദ്യാർത്ഥികളോട് സംവദിച്ചു നിൽക്കവേ മരണം വരിച്ച, ഒരുപക്ഷെ മരണം പോലും അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയ നിമിഷമായിരിക്കണം അത്. മരണം പോലും തോറ്റുപോയൊരു നിമിഷം. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുമ്പോൾ മരണത്തെ പുൽകുവാൻ കഴിയുന്ന അപൂർവ വരം നേടിയ ദൈവപുത്രൻ തന്നെയാകാം. ഇന്ത്യൻ ജനതയ്ക്ക് ഈശ്വരൻ നൽകിയ ഒരിക്കലും നിറമങ്ങാത്ത മനോഹരമായൊരു പാഠപുസ്തകമായിരുന്നു ആ ജീവിതം. കാലമുള്ള കാലത്തോളം വായിക്കപ്പെടുന്ന ഒരു പുസ്തകം. കരിഞ്ഞമർന്ന സ്വപ്നങ്ങൾക്ക് മുകളിൽ അഗ്നിച്ചിറകുകൾ വിടർത്തുന്ന പാഠപുസ്തകം. അമ്മ പുഞ്ചിരിച്ചാൽ കുടുംബം പുഞ്ചിരിക്കുമെന്നും കുടുംബം പുഞ്ചിരിച്ചാൽ രാഷ്ട്രം പുഞ്ചിരിക്കുമെന്നും വിശ്വസിച്ച മാനവ സ്നേഹി. അവസാന ശ്വാസം വരെയും ആയിരങ്ങൾക്ക് അറിവ് പകർന്ന മഹാപണ്ഡിതൻ. താൻ മരിച്ചാൽ അവധി കൊടുക്കരുതെന്നും രാഷ്ട്ര നിർമ്മാണം മുടങ്ങരുതെന്നും നിഷ്കർഷിച്ചൊരാൾ. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നമെന്നും ഉറങ്ങാതിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാകണം സ്വപ്നമെന്നും പുനർനിർവചിച്ചൊരാൾ.
വലിയ മുത്തച്ഛനായ അവുളിന്റെയും മുത്തച്ഛനായ ഫക്കീറിന്റെയും അച്ഛനായ ജൈനുലാബ്ദിന്റെയും 3 തലമുറ നീണ്ട സ്നേഹത്തിനൊപ്പം സ്വന്തം പേര് ചേർത്ത് വച്ചൊരാൾ. സ്വച്ഛന്ത മൃത്യുവിനെ അറിവ് പകർന്ന അതേ വേദിയിൽ സന്തോഷപൂർവ്വം സ്വീകരിച്ച യഥാർത്ഥ സന്യാസി. കാലം കണ്ണടയ്ക്കുവോളം, ഭാരതാംബയുടെ മക്കളുള്ള കാലത്തോളം മനസ്സിനുള്ളിൽ സ്മരണകളിൽ ജ്വാലയായി ഉണ്ടാകും ആ മുഖം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം കമന്റായി രേഖപ്പെടുത്തുക. പ്രശസ്തരുടെ ഇന്നലകളിലൂടെ മറ്റൊരു മഹാപ്രതിഭയുമായി വീണ്ടും വരും. നന്ദിയോടെ.